ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ പുതിയൊരു പ്രൊമോയിലേക്ക് സ്വാഗതം. അങ്ങനെ വിക്രമാണെങ്കിൽ പരോളില് പുറത്തിറങ്ങാൻ നിൽക്കുകയാണ്. ആ സമയത്ത് രാഹുൽ പറയുന്നുണ്ട്, എടാ വിക്രം, നീ പുറത്ത് ഇറങ്ങുകയാണെങ്കിൽ എന്തായാലും നിന്റെ അച്ഛനെ നീ കണ്ണുമടച്ച് വിശ്വസിക്കരുത് കേട്ടോ, നിനക്ക് ഇങ്ങനെയുള്ള ഉപദേശങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ അതിനുശേഷമാണെങ്കിൽ നമ്മുടെ സരയുവിനോട് പറയുന്നുണ്ട്, എടി മോളെ, നീ പ്രായപൂർത്തിയായ ഒരു സ്ത്രീയാണ്, ഒരു അമ്മയാണ്. അതുകൊണ്ട് തന്നെ നിനക്ക് നിന്റെ കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള പ്രാപ്തിയും കാര്യങ്ങളും ഉണ്ട്. നിന്റെ കൂടെയല്ലേ കോടതി നിൽക്കുകയുള്ളൂ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എന്തായാലും നമ്മുടെ സരയു ആണെങ്കിൽ തോളിൽ ഒരു ബാഗൊക്കെ ഇട്ടിട്ട് മനോഹറിന്റെ പുറകെ പോകാനുള്ള തീരുമാനത്തിൽ ഇറങ്ങി നിൽക്കുകയാണ്. ആ സമയത്താണ് ശാരി ഇത് ചോദിക്കുന്നത്. അങ്ങനെ നമ്മുടെ സരയു പോകുന്നത് മനോഹറിന്റെ പുറകെ തന്നെയാണ്. അങ്ങനെ മനോഹറിനെ ടെക്സ്റ്റൈൽസിൽ വെച്ച് കാണുന്നുണ്ട്. മറിയത്തിന് ഡ്രസ്സൊക്കെ എടുത്തു കൊടുക്കുകയും അവളുടെ ദേഹത്തിനോട് ചേർത്ത് ഡ്രസ്സൊക്കെ പിടിച്ച് കൊടുക്കുകയൊക്കെ ചെയ്യുന്ന കാഴ്ച സരയു തൊട്ടരികിൽ നിന്ന് തന്നെ പുറം തിരിഞ്ഞുകൊണ്ട് നിന്ന് എല്ലാ കാഴ്ചകളും കാണുകയാണ്. അങ്ങനെ അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ ചന്ദ്രസേനൻ കിരണിനോട് പറയുന്നുണ്ട്, മോനെ, നമ്മുടെ കല്യാണിമോളുടെ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാലോ. അവള് ഒരാളെ വിശ്വസിച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ അവരെ സംരക്ഷിക്കാൻ ശ്രമിക്കും. അതിപ്പോ അവൾക്ക് അവളുടെ അച്ഛനോട് നല്ല സിമ്പതിയുണ്ട്. അത് അയാൾ മുതലെടുക്കാതെ നോക്കണം എന്നുള്ള കാര്യങ്ങളും ഉപദേശങ്ങളൊക്കെ ചന്ദ്രസേനൻ കിരണിനും നൽകുന്ന ഭാഗമൊക്കെയാണ് എന്തായാലും പ്രൊമോ ആയിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക്